ഞാനിപ്പോൾ ഉള്ളത് പാലാ സെൻറ് തോമസ് കോളേജിൻ്റെ ഗേറ്റിന് ഫ്രണ്ടിലാണ്. ഇപ്പോൾ ഞാൻ രാവിലെ ഒരു മോർണിംഗ് വാക്കിന് ആയി എത്തിയിട്ടുള്ളതാണ്. ഞാൻ പഠിച്ച ഒരു കലാലയമാണ് സെൻറ് തോമസ് കോളേജ് പാലാ. കോളേജിൻ്റെ ഗ്രൗണ്ടിൻ്റെ സമീപത്തുകൂടിയാണ് ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വിശാലമായ ഒരു ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. പച്ചപ്പ് നിറഞ്ഞ വളരെ സുന്ദരമായ ഒരു ഗ്രൗണ്ടാണ് കാണുന്നത്. ഞാനിതിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു റോഡെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് പാലാ അരുണാപുരത്തുള്ള ഒരു സിവിൽ സർവീസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതായത് IAS ലഭിക്കുന്നതിന് വേണ്ടി ഉദ്യോഗാർത്ഥികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പോക്കറ്റ് റോഡാണ് നടക്കുന്നത്. അതിമനോഹരമായ ഒരു പ്രദേശത്തൂടെയാണ് ഇപ്പം എൻ്റെ നടത്തം. ഇതൊരു ചെറിയ തോടാണ്. അതിന് മുകളിൽ കൂടെയുള്ള ഒരു പഴയ പാലമാണ്. ഇത് ഒരു ഒറ്റയടി പാതയാണ്. ഈ പാതയിലൂടെയാണ് ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആറാട്ട് കടവ് റോഡാണ്. ആ റോഡിൽ കൂടിയാണ് ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ഒരു നാട്ടുമാവാണ്. ഈ കഴിഞ്ഞ സീസണിൽ ധാരാളം മാമ്പഴമാണ് ഈ മാവിൽ നിന്ന് ഏവർക്കും കിട്ടിയത്. മീനച്ചിലാറ് ഒഴുകുന്ന ഈ തൊട്ട് സമീപത്തുകൂടിയാണ്. അപ്പോൾ നമുക്ക് മീനച്ചിലാറൊന്ന് കണ്ടു കളയാം. ഇതാ നമ്മൾ ഈ മീനച്ചിലാറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കാക്കകളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നത് കാണാം. അധികമായിട്ടുള്ള വെള്ളമുണ്ട്. ഒരു പട്ടി നമ്മുടെ നേരെ ചാടി വന്നു. ഞാനൊരു കമ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പട്ടിയുടെ ശല്യം കാണണം. നമ്മുടെ ഉദ്യമം ഇതാണ് ആറ്. അപ്പോൾ അവയുടെ കൊര അതിഭയങ്കരമായതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. കടി കിട്ടിയാൽ മേടിക്കേണ്ടി വരും. ഒരു കമ്പ് കരുതി വെക്കുന്നുണ്ട്. അവയുടെ ശല്യം ഉണ്ടായില്ല. ഇനിയും ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ തന്നെയാണ് എൻ്റെ പ്ലാൻ. എന്തായാലും യാത്ര തുടരുകയാണ്. ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് മുത്തോലിക്കടവിലേക്കാണ്. മുത്തോലിക്കടവ് എന്ന് പറയുന്നത് പാലാ മുത്തോലി ജംഗ്ഷനിൽ നിന്നും കൊടുങ്ങൂർക്കുള്ള ഒരു മെയിൻ റോഡാണ്. അവിടെയുള്ള ഒരു മീനച്ചിലാറിന് കുറുകെയുള്ള ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ ഉള്ള കടവുണ്ട്. അതിനാണ് മുത്തോലിക്കടവ് എന്നാണ് പറയുക. ആ മുത്തോലിക്കടവിലേക്കാണ് ഈ പാത പോകുന്നത്. വളരെ മോശം പാതയാണ്. കുണ്ടും കുഴിയാണ്. സ്കൂട്ടറുകാർക്കോ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കോ ഇതിൽ നടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു റബ്ബർ തോട്ടമാണ്. മീനച്ചിലാറിൽ വെള്ളം പൊങ്ങിയപ്പോൾ ഇവിടെയൊക്കെ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. മീനച്ചിലാറിൽ നിന്ന് കയറിയ വെള്ളമാണ് ഈ കാണുന്നത്. ഇതൊരു പഴയ റബ്ബർ തോട്ടമാണ്. ഇപ്പോൾ ഞാൻ മരോട്ടിച്ചൂട് എന്നൊരു സ്ഥലത്തെത്തി നിൽക്കുകയാണ്. ഈ മരോട്ടിച്ചൂട് എന്ന് പറയുന്നത് മുത്തോലിക്കടവിന് ഇപ്പറയുള്ള ഒരു സ്റ്റോപ്പാണ്. ഇപ്പോൾ ഇതിൽ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോച്ചിങ് സെൻ്ററാണ്. MBBSനും എഞ്ചിനീയറിങ്ങിനും അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥിനികളും വന്ന് കോച്ചിങ്ങിന് ചേരുന്ന ഒരു സ്ഥാപനമാണ്. കേരളത്തിലെ നമ്പർ 1 സ്ഥാപനങ്ങളിലൊന്നാണ്. നമ്പർ 1 കോച്ചിങ് സെൻ്ററാണ്.
ഈ കാണുന്നത്. ഇതാണ് മരോട്ടിച്ചൂട് എന്ന് പറയുന്ന സ്ഥലം. മരോട്ടിച്ചൂടിലെ ഒരു കുഞ്ഞു വെയിറ്റിംഗ് ഷെഡാണ് ഈ കാണുന്നത്. ഇതാണ് മരോട്ടി മുത്തശ്ശി. ഈ മരോട്ടി ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിന് മരോട്ടിച്ചൂട് എന്ന പേര് വന്നത്. ഇത് മരോട്ടി എന്ന ഒരു വൃക്ഷമാണ്. മരോട്ടിക്ക എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ഒരു മരോട്ടിയാണിത്. അങ്ങോട്ട് പോയാലാണ് മുത്തോലിക്കടവ്. പാല കൊടുങ്ങൂർ റൂട്ടാണ് അത്. കൊടുങ്ങൂർക്ക് ചെല്ലാം. കൊടുങ്ങൂർ എന്ന് പറഞ്ഞ കോട്ടയം കുമളി റോഡിലേക്ക് ചെന്ന് ചേരുന്ന ഒരു സ്ഥലമാണ്. മരോട്ടിച്ചൂടിലുള്ള ഒരു കുരിശുപള്ളിയാണ്. ഇതെല്ലാം ഹോസ്റ്റലുകളാണ്. ഇപ്പം ഞാൻ പാല എന്നുള്ള കൊടുങ്ങൂറുള്ള റോഡ് വഴിയാണ് നടക്കുന്നത്. കൊടുങ്ങൂർക്കുള്ള റൂട്ടാണ്. ഇവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് മുത്തോലിക്കടവ് എന്ന ഒരു ജംഗ്ഷൻ എത്തിച്ചേരുക. ഇതൊക്കെ ഹോസ്റ്റലാണ്. വലിയ വലിയ വമ്പൻ ഹോസ്റ്റലാണ്. ഇതിലെ പോയാൽ ചാവറ വാലി ക്യാമ്പസ് പുത്തൂലി, അതായത് ഒരു +2 സ്കൂളാണ്. അങ്ങോട്ടുള്ള വഴിയാണ്. വലിയൊരു ക്യാമ്പസ് കാണാം. അതിൻ്റെ ബിൽഡിംഗാണ് ദൂരെ കാണുന്നത്. ഇപ്പോൾ പറഞ്ഞ +2 സ്കൂളിൻ്റെ വിദൂര ദൃശ്യം നിങ്ങൾക്ക് കാണാം. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കവാടമാണ് കാണുന്നത്. ഇവിടെയെല്ലാം വീടുകളുണ്ട്. ഇവിടെയെല്ലാം മഴക്കാലത്ത് വെള്ളപ്പൊക്ക ഭീഷണിയുള്ള സ്ഥലങ്ങളാണ്. ഈ മുത്തോലി പാലം, ഈ മുത്തോലി പാലത്തിലേക്കാണ് ഞാൻ കയറാൻ പോകുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് പണിത പാലമാണ്. ഇപ്പോൾ ഇവിടെ മഴ അല്പം മാറി നിൽക്കുന്നതിനാൽ വെള്ളം കുറവാണ്. രണ്ട് കരകളും വളരെ മനോഹരമാണ്. മുത്തോലി ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസ് കെട്ടിടമാണ് ദൂരെ കാണുന്നത്. കടവ്, പാലം, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പാലത്തിൻ്റെ പടിഞ്ഞാറ് ദിശയിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. വളരെ മനോഹരമാണ്. നല്ല പച്ചപ്പാണ്. ഇല്ലിമുളം കാടുകളൊക്കെ ഉണ്ട് സൈഡിൽ. അതുപോലെ റബ്ബർ തോട്ടം കാണാം. വെള്ളം ഇങ്ങനെ മന്ദം മന്ദം ഒഴുകിപ്പോകുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ പാലത്തിൻ്റെ ന്യൂനത എന്ന് പറയുന്നത് ഇതിന് ഒരു ഫുട്പാത്ത് ഇല്ല. ഇപ്പം മുത്തോലി പാലം കടന്നു ഞാൻ നേരത്തെ കണ്ട മരോട്ടിച്ചൂട് എന്ന ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഇതാണ് മുത്തോലിയിലുള്ള ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ. ഇപ്പോൾ ഞാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്ററുടെ മുന്നിൽ കൂടിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നേരെ മുത്തോലി ജംഗ്ഷനിലേക്ക് പോവുകയാണ്. മുത്തോലി ജംഗ്ഷനിൽ ഏതാണ്ട് എത്താറായിട്ടുണ്ട്. മഴയുടെ ഒരു ആരംഭമാണ്. എന്നാൽ ശക്തമായ മഴ പെയ്യാത്തതിനാൽ എൻ്റെ യാത്ര തുടരുകയാണ്. ഇവിടെയൊക്കെ വളരെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഗ്രില്ലിട്ടിട്ടുണ്ട്, എങ്കിലും നമ്മൾ സൂക്ഷിച്ച് വേണം നടക്കാൻ. മുത്തോലി ജംഗ്ഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മുത്തോലി ജംഗ്ഷൻ. മുത്തോലി ജംഗ്ഷന് ഒരു ചെറിയ ജംഗ്ഷനാണ്.
മുത്തോലി ടൗണാണ് ഈ കാണുന്നത്. ഈ മുത്തോലിയും പുലിയന്നൂരും ഏകദേശം ഏതാണ്ട് ഒരേ സ്ഥലങ്ങൾ തന്നെയാണ്. മുത്തോലി എന്ന് പറയുന്നത് പുലിയന്നൂരിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. മുത്തോലിയും ഈ പുലിയന്നൂരും തൊട്ടടുത്തുള്ള ചെറു പട്ടണങ്ങളാണ്. അല്പം കൂടി വികസിച്ചിരിക്കുന്നത് മുത്തോലിയാണ്. പുലിയന്നൂർ അത്രയും വികാസം പ്രാപിച്ചിട്ടില്ല. മുത്തോലി വികസിക്കാൻ പ്രധാനപ്പെട്ട കാരണം അവിടെ വന്ന ബ്രില്യൻ്റ് എന്ന ഒരു കോച്ചിങ് സ്ഥാപനമാണ്. അവിടെ ധാരാളം കുട്ടികൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരാറുണ്ട്. ഇവിടെയെല്ലാം മുത്തോലി ടൗണിൻ്റെ ഭാഗമാണ്. മുത്തോലി ഒരു ചെറിയ ടൗൺ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത് വികസിച്ച് സാമാന്യം വലിയ ഒരു ടൗണായി മാറിയിട്ടുണ്ട്. ബ്രില്യൻ്റ് എന്ന കോച്ചിങ് സെൻറ്റർ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ മുത്തോലി ഇത്രയും അഭിവൃദ്ധി പ്രാപിച്ചത്. ഇദ്ദേഹമാണ് ആൻ്റണി. ചെറിയൊരു ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തെല്ലാം ഐറ്റംസ് ഉണ്ട്? എന്തെല്ലാം ഐറ്റംസാണ് ഉള്ളത്? എന്തെല്ലാം ഐറ്റംസ് ഉണ്ട്? ഇങ്ങനെയുള്ള കൈലി മുണ്ടുകൾ, തോർത്ത് ഐറ്റംസ്, അതൊക്കെ അതേ വിലയ്ക്ക് കൊടുക്കുക അല്ലേ? ഇത് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? 120 രൂപ. എന്നാലും വളരെ ലാഭമാണ്. കുഞ്ഞു ഉടുപ്പുകളൊക്കെ ഉണ്ട്. നല്ലൊരു സെറ്റപ്പാണ്. ഇതാണ് ആശ്രമം LP സ്കൂൾ. പുലിയന്നൂരുള്ള ഒരു LP സ്കൂളാണ് ആശ്രമം LP സ്കൂൾ. അപ്പം ഞാൻ പുലിയന്നൂർ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാലായിലുള്ള മുത്തോലി, പുലിയന്നൂർ പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.